ഫെബ്രുവരി 14 പ്രണയദിനം. അഹമ്മദാബാദിന് ഒരു ദാരുണമായ ഓർമ്മ സമ്മാനിച്ചുകൊണ്ടാണ് ആ ദിവസം കടന്നുപോയത്. തൃശൂർ പോട്ടൂർ സ്വദേശിനിയും ബാങ്ക് ഉദ്യോഗസ്ഥയുമായ 26-കാരി സജിനിയെ ഭർത്താവ് തരുൺ ജിനരാജിന്റെ വീട്ടിൽ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. സാധാരണ ഒരു മരണമായി ആദ്യം തോന്നിയെങ്കിലും പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ ഈ കൊലപാതകത്തിന് ഒരു സിനിമാ കഥയുടെ ഗതി നൽകി. കായിക അധ്യാപകനായിരുന്ന തരുൺ ജിനരാജ് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തിനായി തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. കൊലപാതകത്തിന് ശേഷം മോഷണം നടന്നുവെന്ന് വരുത്തി തീർക്കാൻ തരുൺ വീടിനുള്ളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് തരുൺ ഒളിവിൽ പോകുന്നു. അവിടെ നിന്ന് തുടങ്ങിയ അയാളുടെ ഒളിവ് ജീവിതം പിന്നീട് 15 വർഷത്തോളം നീണ്ടു. അതിനിടെ തരുൺ ആൾമാറാട്ടത്തിൽ ഒരു വിരുദ്ധനായി മാറുന്നു. കാമുകിക്കുള്ള പ്രണയദിന സമ്മാനമായിരുന്നു ഭാര്യയുടെ കൊലപാതകം. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യയെ തരുൺ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് കാമുകിക്കൊപ്പം ജീവിക്കാനെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ തരുണും തൃശ്ശൂരുകാരി സജിനിയും വിവാഹിതരായിട്ട് 3 മാസമേ ആയിരുന്നുള്ളൂ. അഹമ്മദാബാദിലെ ഭോപ്പാലിലുള്ള വീട്ടിൽ കവർച്ചാ സംഘം സജിനിയെ കൊന്നുവെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കേസിന്റെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്നായപ്പോൾ ആശുപത്രിയിലായിരുന്ന തരുൺ അവിടെ നിന്ന് മുങ്ങി. എന്നാൽ ഈ ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞതോടെ ഭയന്നുപോയ കാമുകി തരുണിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായില്ല. കാമുകി കൈയൊഴിഞ്ഞതോടെ ആൾമാറാട്ടം നടത്തി അയാൾ ബംഗളൂരുവിലെത്തിയ തരുൺ കോളേജിൽ തന്റെ ജൂനിയറായിരുന്ന പ്രവീൺ ഭട്ട്ലയുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഒരു പുതിയ വ്യക്തിത്വം കെട്ടിപ്പടുത്തു. ജോലി വാഗ്ദാനം ചെയ്ത് പ്രവീണിന്റെ സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കിയ തരുൺ പ്രവീൺ ഭട്ട്ലെ എന്ന പേരിൽ ഡൽഹിയിലും പിന്നീട് പൂണെയിലും പ്രമുഖ IT കമ്പനികളിൽ ജോലി നേടി. ഈ സമയത്തൊന്നും തരുൺ പിടിക്കപ്പെടാതിരുന്നത് അയാളുടെ തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടായിരുന്നു. 2009 പൂണെയിൽ വെച്ച് സഹപ്രവർത്തകയായ നിഷ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. തരുണും നിഷയ്ക്കും 2 കുട്ടികളുണ്ടായി. താൻ അനാഥനാണെന്നും മാതാപിതാക്കൾ വാഹനാപകടത്തിൽ മരിച്ചുവെന്നും പറഞ്ഞാണ് തരുൺ നിഷയെ വിവാഹം കഴിച്ചത്. ഈ ബന്ധത്തിൽ പോലും അവൻ തൻ്റെ യഥാർത്ഥ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തിയില്ല. നിഷയും കുട്ടികളും തരുണിന്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞതുമില്ല. ഒളിവിലിരിക്കുമ്പോഴും തരുണിന്റെ അമ്മ അന്നമ്മ മകനെ കാണാൻ അകന്ന ബന്ധു എന്ന വ്യാജേന ബംഗളൂരുവിൽ എത്താറുണ്ടായിരുന്നു. പൂണെയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് താമസം മാറിയ തരുൺ ഒരു പ്രമുഖ IT കമ്പനിയിൽ സീനിയർ മാനേജരായി ജോലി തുടരുകയായിരുന്നു. പ്രതിവർഷം 20 ലക്ഷത്തിലേറെ രൂപ ശമ്പളത്തോടെ ഒരു ആഡംബര ജീവിതമാണ് അയാൾ നയിച്ചിരുന്നത്. എന്നാൽ സജിനിയുടെ മാതാപിതാക്കളായ OK കൃഷ്ണനും രമണിയും തങ്ങളുടെ മകളുടെ കൊലയാളിയെ കണ്ടെത്താൻ പോലീസിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. അവരുടെ നിശ്ചയദാർഢ്യം ഒരിക്കലും അവസാനിച്ചില്ല. 2012 അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് ഈ കേസ് വീണ്ടും സജീവമായി അന്വേഷിക്കാൻ തുടങ്ങി. അന്നമ്മയുടെ ഫോൺ വിളികളും ബംഗളൂരു യാത്രകളും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഒരു IT കമ്പനിയുടെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്നുള്ള കോൾ നിർണായക തെളിവായി മാറുകയും ചെയ്തു. ബംഗളൂരുവിലെ 6000-ലധികം ജീവനക്കാരുള്ള ആ IT കമ്പനിയിൽ തരുൺ ജിനരാജ് എന്ന പേരിൽ ആരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. എന്നാൽ അന്നമ്മയുടെ ബംഗളൂരു യാത്രകൾ പിന്തുടർന്ന് അവർ നിഷയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പോലീസ് മനസ്സിലാക്കി. തരുണിന്റെ ചിത്രങ്ങൾ നിഷയുടെ വീട്ടുകാരെയും അവന്റെ സഹപ്രവർത്തകരെയും കാണിച്ചപ്പോൾ പ്രവീൺ ഭട്ട്ലെ എന്ന പേരുപയോഗിക്കുന്നത് തരുൺ തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കോളേജിൽ കായിക അധ്യാപകനായിരുന്നപ്പോൾ വിരലിന് പറ്റിയ പരിക്ക് തരുണിനെ തിരിച്ചറിയാൻ സഹായിച്ച പ്രധാന അടയാളമായിരുന്നു. അങ്ങനെ 15 വർഷത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം 2018 ഒക്ടോബർ 25 അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് തരുണിനെ ബംഗളൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ആരെയും അമ്പരപ്പിക്കുന്ന ആൾമാറാട്ടം. ഒരാൾക്കും സംശയത്തിനിട നൽകാതെ പിടിച്ചു നിന്നത് 15 വർഷം. പക്ഷേ അമ്മയുടെ മൊബൈലിലേക്കുള്ള ഒരൊറ്റ ഫോൺ കോളോടെ തരുൺ ജിനരാജ് എന്ന കൊലയാളിയുടെ നാടകം പൊളിയുന്നു. എന്നാൽ അവിടെ നിന്നില്ല അയാളുടെ ഒളിവ് ജീവിതം. അറസ്റ്റിന് ശേഷം സബർമതി ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന തരുൺ 18 തവണ ജാമ്യത്തിനായി സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും അപേക്ഷ നൽകി. ഈ അപേക്ഷകളെല്ലാം തള്ളപ്പെട്ടെങ്കിലും 2023 ജൂലൈയിൽ ഹൈക്കോടതി അവന് 15 ദിവസത്തെ ജാമ്യം അനുവദിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 4 15 ദിവസത്തെ ജാമ്യം ലഭിച്ച് അയാൾ പുറത്തിറങ്ങി. എന്നാൽ ജാമ്യത്തിന്റെ കാലയളവ് കഴിഞ്ഞിട്ടും പ്രതി തിരികെ ജയിലിലെത്തിയില്ല. അതോടെ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് 1.5 മാസത്തിന് ശേഷം ഡൽഹിയിൽ നിന്നും പ്രതിയെ കണ്ടെത്തി. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾ സെപ്റ്റംബർ മുതൽ ഡൽഹിയിൽ ജസ്റ്റിൻ ജോസഫ് എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കടക്കാനായിരുന്നു തരുണിന്റെ പുതിയ പദ്ധതി. അയാളുടെ രണ്ടാമത്തെ ഭാര്യയും മക്കളും
അവിടെയാണ് താമസിക്കുന്നത്. തരുണിന്റെ ഈ നീണ്ട ഒളിവ് ജീവിതത്തിനും ആൾമാറാട്ടങ്ങൾക്കും അന്ത്യം കുറിച്ചത് സജിനിയുടെ പിതാവ് 80 വയസ്സുകാരനായ കൃഷ്ണന്റെ നിരന്തരമായ നിയമ പോരാട്ടമാണ്. കൊലയാളിയെ കണ്ടെത്തുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 2018-ൽ തരുണിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ തുക ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ കൃഷ്ണൻ ശ്രമിച്ചെങ്കിലും പോലീസ് അത് സ്വീകരിക്കാതെ ഒരു നിർധനയായ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകി. ഒരു കുറ്റവാളിയുടെ സങ്കീർണമായ മനസ്സിനെയും നീതി നടപ്പാക്കാൻ പോലീസും നിയമ സംവിധാനവും നടത്തിയ ശ്രമങ്ങളെയും ഒരു കുടുംബം തങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കുന്നതിനായി നടത്തിയ പോരാട്ടത്തെയും തരുൺ ജിനരാജിന്റെ കഥ വെളിപ്പെടുത്തുന്നു. 2003-ൽ തുടങ്ങിയ ഈ കേസിൽ 2025-ലും നീതിക്കായി പോരാടുകയാണ് സജിനിയുടെ കുടുംബം. തരുൺ ജിനരാജിന്റെ ഓരോ ആൾമാറാട്ടവും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അയാളുടെ ശ്രമങ്ങളായിരുന്നു. എന്നാൽ നിയമത്തിന് മുന്നിൽ അയാളുടെ ഒളിവ് ജീവിതം ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. അവന്റെ വിധി എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് സമൂഹം.